PC ട്യൂഷൻ സെന്ററിന്റെ ഓൺലൈൻ ട്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിന്റെ മാത്സ് ആണ് ഇന്ന് എടുക്കുന്നത്. മാത്സ് ഇപ്പൊ 2 സെഷൻ കഴിഞ്ഞു. നമ്മുടെ 3ാമത്തെ സെഷനാണ്. അപ്പൊ 2ാമത്തെ സെഷൻ ചെയ്യുന്നതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മളത് ഈ പാഠം ഏരിയ ആണ്. ഏരിയ പരപ്പളവ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഏരിയ പരപ്പളവ്. അതില് നമ്മൾ ഒരേ പരപ്പളവുള്ള ഒരേ ഏരിയ വരുന്ന ട്രയാങ്കിൾസ് വരയ്ക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് നമ്മുടെ തിയറി. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇന്നലെ നമ്മൾ വരച്ചു സെയിം ബേസ് ആണ്, അതിന്റെ ഹൈറ്റ് സെയിം ആണ് എങ്കിൽ, ഹൈറ്റ് സെയിം ആണ് എന്ന് വെച്ചാൽ സെയിം ബേസില് ഉയരം, തുല്യ ഉയരത്തില് നമ്മളൊരു പാരലൽ ലൈൻ വരച്ചാൽ ആ പാരലൽ ലൈനിലേക്ക് വരയ്ക്കുന്ന എല്ലാ ട്രയാങ്കിളും തേർഡ് വെർട്ടസ്, മൂന്നാമത്തെ ശീർഷം ആ പാരലൽ ലൈനിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിന്റെ എല്ലാത്തിന്റെയും ഏരിയ സെയിം ആണെന്ന്. അപ്പൊ ആ തിയറി തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതാം. ഡ്രോ അനദർ ട്രയാങ്കിൾ. ഡ്രോ അനദർ ട്രയാങ്കിൾ വിത്ത് സെയിം ബേസ് ആൻഡ് ഏരിയ എന്ന് വെച്ചാൽ സെയിം ബേസ് ആണ്. ഇവിടെ ഏതാ നമ്മുടെ കയ്യിലുള്ള ട്രയാങ്കിള്? നമ്മൾ ഈ നേരത്തെ ചെയ്ത കണക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഇവിടെ നമ്മുടെ ട്രയാങ്കിള് 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ നേരത്തെ വരച്ചതല്ലേ നമ്മള്? അതേ ട്രയാങ്കിൾ തന്നെ, അതേ ഏരിയ തന്നെ, സെയിം ഏരിയ ആയിട്ട് വിത്ത് ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ ആണ്. ഈ 4 സെന്റിമീറ്ററിന് പകരം നമ്മൾ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ഈ സൈഡ്, ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ വരയ്ക്കണം. പക്ഷെ ഏരിയ സെയിം ആവണം. ക്വസ്റ്റ്യൻ മനസ്സിലായോ എല്ലാവർക്കും? എന്താ ചോദ്യം? A triangle with the same base and same area. നേരത്തെ ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ 4, 5, 6 സെന്റിമീറ്റർ വശമുള്ള ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണമാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ഉള്ള ത്രികോണം വരച്ചിട്ട് ആ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള വേറൊരു ട്രയാങ്കിൾ, വേറൊരു ത്രികോണം നമ്മൾ വരയ്ക്കാൻ പോവാണ്. പക്ഷെ അതിന്റെ ലെഫ്റ്റ് സൈഡ് ഷുഡ് ബി 7 സെന്റിമീറ്റർ. ഇവിടെ ലെഫ്റ്റ് സൈഡ് എത്രയാ? 4 അല്ലേ? പക്ഷെ അതിന് പകരം നമ്മൾ 7 ആക്കണം. പക്ഷെ ഏരിയ മാറരുത് കേട്ടോ. അപ്പൊ ഏരിയ മാറാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യാ ഏരിയ മാറാണ്ടിരിക്കാൻ? ഈ സൈഡ്, ഇതാണ് നമ്മുടെ ബേസ്. ബേസ് എത്രയാ? 6. ആദ്യം തന്നെ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ ഈ 6 സെന്റിമീറ്റർ വരയ്ക്കാം. ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ വീണ്ടും ആദ്യമേ വരയ്ക്കണം. 6 സെന്റിമീറ്റർ ട്രയാങ്കിൾ ഒരു സൈഡ് വരയ്ക്കുക. ട്രയാങ്കിളിന്റെ ഈ ത്രികോണത്തിന്റെ ബേസ് പാദം വരച്ചു. ഇനി എങ്ങനെ 4, 5 വരയ്ക്കാം? ഇവിടെ കോമ്പസ് കുത്തുക. ഇവിടെ എന്താണ്? 4 സെന്റിമീറ്ററും ഇവിടെ നിങ്ങളുടെ 5 സെന്റിമീറ്ററും അല്ലെ? ഇത് 4, ഇത് 5. ശരിക്കും ആർക്ക് വരച്ചു? കോമ്പസ് കുത്തി ഈ ലൈൻ AB, AB 6 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് കോമ്പസ് കുത്തുക, ഇവിടെ കുത്താട്ടോ. A എന്ന് പറഞ്ഞ പോയിന്റിൽ കുത്താം. സ്കെയിലിൽ നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്. അവിടെ എത്രയാണ്? 4 സെന്റിമീറ്റർ. അപ്പൊ ഈ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ശരിക്കും 4 സെന്റിമീറ്റർ വരയ്ക്കാം. മനസ്സിലായോ? വരയ്ക്കരുന്നില്ലേ? അത് കഴിഞ്ഞാൽ അടുത്തത് ബിയിൽ കുത്താം. ബിയിൽ എത്ര സെന്റിമീറ്റർ എടുക്കേണ്ടത്? 5 സെന്റിമീറ്റർ അളന്നിട്ടുണ്ടാവണം കേട്ടോ. ആ 5 സെന്റിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും, നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ ട്രയാങ്കിൾ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ത്രികോണം കിട്ടി. ഇത് ചോദ്യം. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സെയിം ഏരിയ, സെയിം പരപ്പളവ്. മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും ശ്രദ്ധിക്കാം. സെയിം ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ്, ഒരേ പരപ്പളവും ഈ വശം ഇത് തന്നെ. പക്ഷെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇടതുവശത്തുള്ള ഈ വശം എത്ര സെന്റിമീറ്റർ? 7 വരണം. ഇതിപ്പോ 4 ആണ് കേട്ടോ അല്ലെ? അപ്പൊ നമ്മളത് മാറ്റണം, 7 ആക്കണം. എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? ഇത് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചോദ്യത്തിലുള്ള ക്വസ്റ്റ്യൻ വരയ്ക്കണം. 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? എല്ലാവരും ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ സ്കെയിൽ എടുക്കാം. സ്കെയിൽ ഇവിടെ വെക്കാം. സെറ്റ് സ്ക്വയർ ഇവിടെ വെക്കാം കേട്ടോ. എന്റെ സെറ്റ് സ്ക്വയർ ഇല്ല, അതുകൊണ്ടാണ് സെറ്റ് സ്ക്വയർ ശരിക്കും വരയുമ്പോൾ ഇങ്ങനെ വെക്കാം. എന്നിട്ട് സ്കെയിൽ ഇവിടെ മുട്ടിച്ചിട്ട് ഇത് ഇങ്ങനെ കയറ്റുക.
ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക, സമാന്തര രേഖ വരയ്ക്കണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? ഒരു പാരലൽ ലൈൻ. ഈ സൈഡിന് നേരെ പൊക്കി കൊടുത്താൽ ഒരു പാരലൽ ലൈൻ, ഒരു സമാന്തര രേഖ നമ്മൾ വരയ്ക്കണം. മനസ്സിലായോ? ഇനി നമ്മൾ നമ്മുടെ തിയറി എന്താ? നമ്മുടെ തിയറി പറഞ്ഞത് ഈ സമാന്തര രേഖയില് എവിടെ നമ്മൾ വരച്ചാലും എവിടെ ബേസ് സെയിം ആയിരിക്കണം കേട്ടോ. ബേസ് ഈ എ ബി എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കണം. പക്ഷെ സി എന്ന് പറയുന്ന വെർട്ടസ് മൂന്നാമത്തെ ശീർഷം, മൂന്നാമത്തെ വെർട്ടസ് ഈ പാരലൽ ലൈനില് എവിടെ കുത്തി നമ്മൾ ഇങ്ങനെ ട്രയാങ്കിൾസ് വരച്ചാലും ഇതെന്താണ്? സെയിം ആവും അല്ലേ? അപ്പൊ ഇതിന് പക്ഷെ പറഞ്ഞിട്ട് സെയിം ഏരിയ വരണം, ഈ സൈഡ് 7 വരണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹൈറ്റ് എത്രയാ കിട്ടുന്നത്? ഇതിന്റെ ഹൈറ്റ് തന്നെയല്ലേ ഇതിനും ഹൈറ്റ് വരുന്നത്. അപ്പൊ അതാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഇത് വരച്ചാൽ മതി. ഇത് പാരലൽ ലൈൻ, ഈ വരയ്ക്ക് പാരലൽ ആയിട്ട് ഇത് കിട്ടും. മനസ്സിലായോ എല്ലാവർക്കും? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ വരച്ചു, എന്നിട്ട് ഈ ബേസിന് പാരലൽ ആയിട്ട് ഇങ്ങനെ സമാന്തര രേഖ വരയ്ക്കുക. അത് കഴിഞ്ഞാൽ കോമ്പസില് എത്ര എടുക്കണം? എത്ര സെന്റിമീറ്റർ? 7 സെന്റിമീറ്റർ. അതല്ലേ നമുക്ക് വരയ്ക്കേണ്ടത്? ഈ 7 സെന്റിമീറ്റർ നമ്മൾ വരയ്ക്കുക. ശരിക്കും ഈ 7 സെന്റിമീറ്റർ ഇവിടെ കുത്താം. നമുക്ക് കോമ്പസിൽ 7 സെന്റിമീറ്റർ എടുത്തു. ഇവിടെ നിന്ന് ഇത് 4 ഉള്ളൂ. നമുക്ക് എന്താ വേണ്ടത്? 7 സെന്റിമീറ്റർ ഇങ്ങനെ ആർക്ക് വരയ്ക്കാം. എവിടേക്കാ എത്തണമെങ്കിൽ ഇവിടെ കുത്തി നിങ്ങൾ ഈ വരയമ എവിടെയെങ്കിലും കൊള്ളും. 7 സെന്റിമീറ്റർ കിട്ടിയ വരയ്ക്കാനായിട്ട് ഈ കോമ്പസിൽ ഇവിടെ കുത്താം, 7 സെന്റിമീറ്റർ ആർക്ക് വരയ്ക്കാം. എന്നിട്ട് ഇതാണ് നമ്മുടെ പോയിന്റ്. ഡി കൊടുക്കാം. ഈ പോയിന്റിൽ നിന്ന് നേരെ സ്കെയിൽ വെക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ സ്കെയിലിൽ വെക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വരയ്ക്കാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് സ്കെയിൽ വെച്ച് ഇങ്ങോട്ടും വരയ്ക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ ഏതാ? എ ബി ഡി. സൈഡ് എത്രയത് എഴുതണം കേട്ടോ. ഇത് 7 സെന്റിമീറ്റർ കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായി എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം നേരത്തെ ക്വസ്റ്റ്യനിലെ തന്നെ എന്നാണ് പറഞ്ഞത്. നേരത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുൻപുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു സൈഡ് ഇതാണ് 4, 5, 6 അല്ലെ? ഈ 4, 5, 6 സൈഡ് ആയിട്ടുള്ള ഈ ട്രയാങ്കിൾ ആദ്യം തന്നെ നിങ്ങൾ വരയ്ക്കണം. ഇത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഈക്വൽ ഏരിയ വരണം. തുല്യ പരപ്പളവ് ഈക്വൽ ഏരിയ വരണമെങ്കിൽ ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കാം. എല്ലാവർക്കും അറിയാം പാരലൽ ലൈൻ വരയ്ക്കാൻ. ഇപ്പൊ മനസ്സിലായില്ലേ? എങ്ങനെ വരയ്ക്കാം? ഇവിടെ സ്കെയിൽ വെക്കാം, ഇവിടെ സെറ്റ് സ്ക്വയർ വെച്ച് ഇങ്ങനെ കയറ്റുക. ഈ പോയിന്റിൽ എത്തുമ്പോൾ ഇതൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ നമുക്ക് കിട്ടി. മനസ്സിലായി? ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ, വലതുവശം നമ്മൾ എന്താ ലെഫ്റ്റ് ആണ്, ഇടതുവശമാണ്. ഇടത് 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ ആർക്ക് പറയാം. ഇനി വലതാണ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് സൈഡാണ് പറഞ്ഞെങ്കിൽ നമ്മൾ ഇവിടെ കുത്താം, എന്നിട്ട് ഇവിടെ 7 സെന്റിമീറ്റർ അല്ലെ? അത് ഏതളവ് തന്നാലും എത്രയാ തന്നിരിക്കുന്നത് അതിന് നമുക്ക് അടയാളപ്പെടുത്താം. മനസ്സിലായി? അപ്പൊ ഒരു ട്രയാങ്കിൾ കിട്ടി, എ ഡി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം. 7 സെന്റിമീറ്റർ ലെഫ്റ്റ് സൈഡ് വരുന്നത് കിട്ടിയോ? എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? ഇനി അടുത്തത് പറയുന്നത് ഡ്രോ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അടുത്ത ചോദ്യം എല്ലാവരും എഴുതാം. ഡ്രോ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ, ഒരു സമപാർശ്വ ത്രികോണം. മലയാളം മീഡിയക്കാരെ എഴുതാ ചോദ്യം. സമപാർശ്വ ത്രികോണം വേണം. Draw an isosceles triangle of the same area. Draw an isosceles triangle of same area. ഒരേ പരപ്പളവുള്ള സമപാർശ്വ ത്രികോണം with a base 5 centimeter. ഇതില് നമ്മളിപ്പോ ബേസ് 6 എടുത്ത് പാദം 5 സെന്റിമീറ്റർ വരുന്ന ഒരേ പരപ്പളവ്, ഇതേ പരപ്പളവ് വരുന്ന ഒരു സമപാർശ്വ ത്രികോണം വരയ്ക്കണം. നമ്മളിവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പ് 2 രീതിയിൽ വരയ്ക്കാം.
ആദ്യത്തെ രീതി പറയാം, പക്ഷെ നിങ്ങൾ ആ രീതിയേക്കാളും നല്ലത് രണ്ടാമത് പറയുന്ന രീതിയാണ്. ഇപ്പൊ നമ്മൾ ഈ ട്രയാങ്കിൾ തന്നെ എടുത്ത് വരയ്ക്കും അല്ലെ. ചോദ്യം ഇത് വരച്ചിട്ട് ബേസ് ഇവിടെ 6 പകരം എന്താക്കാനാ പറയണത്? 5 എടുത്തിട്ട് വരയ്ക്കണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് വരയ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ 6 സെന്റിമീറ്റർ വരയ്ക്കും, എന്നിട്ട് 4 സെന്റിമീറ്റർ, ഇവിടെ നിങ്ങൾ 5 ഇങ്ങനെ ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ കിട്ടും. എന്നിട്ട് ഇത് ബേസ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഈ ശീർഷം ഈ വെർട്ടസിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു പാരലൽ ലൈൻ അവിടെ നിന്ന് സെന്റിമീറ്റർ നമുക്ക് വേണമെങ്കിൽ പുസ്തകം തിരിച്ചു പിടിച്ചാൽ ഇത് ബേസ് ആയിട്ട് ഇവിടെ വെച്ച് തിരിച്ചു എഴുതാം അല്ലെ. ഇങ്ങനെ ഇവിടെ പാരലൽ ലൈൻ വരച്ചാൽ ഇതിലേക്ക് വരുന്നതെല്ലാം സെയിം ഏരിയ ആയിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നേക്കാളും നല്ലത് നിങ്ങൾ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വേറെ വരയ്ക്കാൻ പോകണം. അതാണ് കുറച്ചും കൂടി ബെറ്റർ. ബേസ് 5 സെന്റിമീറ്റർ ഇതേ അളവ് തന്നെ 4, 5, 6, പക്ഷെ ബേസ് എന്ത് ചെയ്യണം? 5. അപ്പൊ ഇപ്പൊ നമ്മളോട് ബേസ് നമ്മൾ 6 വരച്ചിരുന്നത്. അപ്പൊ ഈ അടുത്ത ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ ചോദ്യം എല്ലാവർക്കും കിട്ടിയേ. എന്താ ചോദ്യം പറഞ്ഞത്? Draw an isosceles triangle of same area. അതേപോലെ ലാസ്റ്റ് ഇത് കേട്ടോ, പേജ് നമ്പർ 10 ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Draw an isosceles triangle of same area with a base 5 cm. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കണം. എത്ര സെന്റിമീറ്റർ? 5 സെന്റിമീറ്റർ. ഇനി ബാക്കി 2 വശങ്ങളൊക്കെ ഏതാ? ഇവിടെ നിങ്ങള് 6, ഇവിടെ നിങ്ങള് 4. ശരിക്കും അളന്നിട്ട് വരയ്ക്കണം കേട്ടോ. സ്കെയിലില് ഇവിടെ 6 സെന്റിമീറ്റർ സ്കെയിലില് ശരിക്കും അളന്നെടുക്കാം. എന്നിട്ട് കോമ്പസിൽ ഇവിടെ കുത്തി ഇവിടെ ആർക്ക് വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര സെന്റിമീറ്ററാ? 4 സെന്റിമീറ്റർ വരയ്ക്കാം. അപ്പൊ കിട്ടി നമുക്ക്, കിട്ടിയില്ലേ? അങ്ങനെ 6, 4, 5 അല്ലെങ്കിൽ 4, 5, 6. പക്ഷെ ബേസ് 5 ആവണം. ഇനി നമ്മൾ എങ്ങനെ വരയ്ക്കാം? ഇതുപോലെ തന്നെ നേരത്തെ വരച്ചില്ലേ നമ്മള്. നേരത്തെ എങ്ങനെ വരയ്ക്കാം? നിങ്ങൾ ഇവിടെ സ്കെയിൽ ഇവിടെ വെക്കും അല്ലെ. സ്കെയിൽ എവിടെ വെക്കണേ നോക്കാം. സ്കെയിൽ ഇവിടെ ഇതിനോട് മുട്ടിച്ച് വെക്കണം. ഇവിടെ സെറ്റ് സ്ക്വയർ വെച്ചാൽ സെറ്റ് സ്ക്വയറിനോട് മുട്ടിച്ച് നിങ്ങൾ വെക്കുക. മനസ്സിലാവുന്നോ? എന്നിട്ട് ഇവിടെ നിങ്ങൾ നേരക്ക് ഇങ്ങോട്ട് കയറ്റുക. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ലൈൻ ഇവിടെ വരയ്ക്കാം. ഒരു പാരലൽ ലൈൻ കിട്ടും. പക്ഷെ ഈ സമാന്തര രേഖ ഇതിന്റെ ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കാം. കിട്ടിയോ? പാരലൽ ലൈൻ വരച്ചു, സമാന്തര രേഖ വരച്ചു കഴിഞ്ഞാൽ ഇത് 5 ഇനി പക്ഷെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും വരക്കാട്ടോ. ഈ വരയില് എവിടെ നമ്മൾ മൂന്നാമത്തെ വെർട്ടസ് ശീർഷം ഇട്ടാലും ഏരിയ സെയിം ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത് ഇതിൽ എന്താ ചോദ്യം നോക്കിയേ? ഐസോസിലസ് ട്രയാങ്കിൾ വരക്കണം. സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? 2 വശവും തുല്യമാവണം. തുല്യമാവണമെങ്കിൽ നമ്മൾ ഈ വശം ഉണ്ടല്ലോ, ഈ 5 സെന്റിമീറ്റർ, ഇതിലെ ബൈസെക്ടർ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എങ്ങനെയാ വരയ്ക്കുക പെർപെൻഡിക്കുലർ ബൈസെക്ടർ? ഇവിടെ കുത്തുക. മനസ്സിലായി? പകുതിയിലും കൂടുതൽ എടുത്തിട്ട്, പകുതി എടുത്തിട്ട് അളക്കൊന്നും വേണ്ട കേട്ടോ. വെറുതെ കോമ്പസ് കുത്തുക, പകുതിയിൽ കൂടുതൽ എടുക്കുക. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ഇവിടെയും ആർക്ക് വരച്ചാൽ നേരെ ഇത് ഇവിടെ ആർക്ക്, ഇവിടെ നിന്ന് കുത്തി ഇങ്ങടെ ആർക്കും, ഇവിടെ നിന്ന് ഇങ്ങടെ ആർക്ക്. അതേ അളവ് തന്നെ ഇവിടെയും വരച്ചാൽ ഇത് ശരിക്കും ഇങ്ങോട്ട് പോകുമ്പോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ നിങ്ങൾ കോമ്പസ് ഇവിടെ കുത്താം. ഈ വശവും സെയിം ആണോ നോക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണത്. ശരിക്കും പകുതിയാക്കണം. ഇവിടെ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണ്. 5 സെന്റിമീറ്റർ ആകുമ്പോ ഇത് ബൈസെക്ടർ എത്രയായിരിക്കും? 2.5 ഇവിടെ ഉണ്ടായിരിക്കണം, ഇവിടെയും 2.5, 2.5. അങ്ങനെ 2 വശത്തും ഉണ്ടെങ്കിൽ ഇത് ശരിക്കും പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതോ, ഈ വര നേരെ ഇത് സ്കെയിൽ വെച്ചിട്ട് ഇത് കയറ്റണം. നമുക്ക് ഇവിടെ മുട്ടണം. ഈ പാരലൽ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, മനസ്സിലായോ? ആദ്യം തന്നെ നമ്മൾ ഇതിന് പാരലൽ ലൈൻ വരച്ചു. ഇവിടുന്ന് സമാന്തര രേഖ ഇങ്ങോട്ട് കയറ്റി ഈ മൂന്നാമത്തെ ശീർഷത്തിന് പാരലൽ ലൈൻ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ വശത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പകുതിയാ വേണ്ടത്. അപ്പൊ പകുതിയിലും കൊണ്ടെടുത്തിട്ട് ഇവിടെ ആർക്കും, ഇവിടെ ആർക്കും, ഇവിടെയും വരച്ചാൽ ഇത് നമുക്ക് ശരിക്കും ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെ കൂട്ടി മുട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കേട്ടാം. സ്കെയിൽ വെച്ച് നേരെ കേട്ടാം, ശരിക്കൊന്നും പോകരുത്. എന്നിട്ട് ഇതാണ് നമ്മുടെ പോയിന്റ് ബി. ഇവിടെ നമ്മൾ ABC വരച്ചിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ അടുത്ത ശീർഷം. എ ബി 5 സെന്റിമീറ്റർ. എന്നിട്ട് ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നോക്ക്, ഈ ബിയിലെ വരയാനുള്ളത് അതിമേന്ന് ഇവിടേക്കും ഇവിടേക്കും വരച്ചാൽ ഈ വശവും ഈ വശവും എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളുടെ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പോ ചോദ്യം എന്താണ്? 5 സെന്റിമീറ്റർ വശവും പിന്നെ ഐസോസെലസ് ആകണം. സമപാർശ്വ ത്രികോണം. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം രണ്ടു കൂട്ടർക്കും കിട്ടിയില്ലേ? ഇത് 5 സെന്റിമീറ്റർ ആണ്. അതിന്റെ ബൈസെക്ടർ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സമപാർശ്വ ത്രികോണത്തിന്റെ ഇവിടെ നിന്ന് ശീർഷത്തിൽ നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ഓപ്പോസിറ്റ് ഉള്ള ഈ ശീർഷത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് എതിർവശത്ത് കിടക്കുന്ന വശങ്ങളെ സമഭാഗം ചെയ്യുന്നു. അപ്പൊ ശരിക്കും നമ്മളിവിടെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ ഇത് 2.5 വരും, ഇതും 2.5 ഉണ്ടാവും. 2 സെന്റിമീറ്ററിന് സമപാർശ്വ ത്രികോണത്തിന്റെ ശീർഷത്തിൽ നിന്ന് നമ്മളൊരു ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഭാഗത്തെ മൂന്നാമത്തെ വശത്തിനെ രണ്ടായിട്ട് സമമായിട്ട് ഈക്വൽ ആയിട്ട് ഭാഗിക്കുമെന്ന്. ഇനി അങ്ങനെയാണ് നമ്മുടെ ഐസോസെലസ് ട്രയാങ്കിൾ. സെയിം ഏരിയ ഉള്ള ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാൻ കിട്ടില്ലേ? അടുത്തതാണ് നമ്മൾ ഈ സെറ്റിലെ കണക്കുകൾ തുടങ്ങിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ ഒരു കണക്കാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത്. ഒരു ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നാളെ ചെയ്യാം. കാരണം ഒരു സെറ്റ് തുടങ്ങുകയാണ്. ഈ സെറ്റ് അടുത്ത ദിവസം നമുക്ക് എടുത്ത് തരാം. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഈ ചെയ്ത കണക്ക് 2 ക്വസ്റ്റ്യനും വീണ്ടും നിങ്ങൾ ചെയ്തിരിക്കുന്ന നോട്ട്ബുക്കിൽ ചെയ്യാം. വീണ്ടും റഫ് ബുക്കിൽ അത് ശരിക്കും മനസ്സിലാക്കാം. 2 കണക്ക് തന്നിട്ടുള്ളൂ. നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പീരീഡ് ആയതുകൊണ്ട് കുറച്ച് തരുന്നുള്ളൂ. ആ 2 കണക്ക് നന്നായിട്ട് വരച്ച് സെയിം ഏരിയയിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ എളുപ്പല്ലേ? ഒരേ ഏരിയയിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മുടെ ഒരു തിയറി ഉള്ളൂ. എന്താ? ബേസ് ആയിട്ടുള്ള വശത്തിന് പാരലൽ ആയിട്ട് മൂന്നാമത്തെ ശീർഷത്തിൽ കൂടെ, ബേസ് ആയിട്ടുള്ള ഈ സൈഡിന് പാരലൽ ആയിട്ട് മൂന്നാമത്തെ ശീർഷത്തിൽ കൂടെ നമ്മൾ ഒരു പാരലൽ ലൈൻ വരച്ചാൽ ഇത് എങ്ങോട്ട് വരച്ചാലും ഇത് വരയ്ക്കണം കേട്ടോ. ബേസ് ഇതായിരിക്കണം. ഈ അറ്റത്തുനിന്ന് വരയ്ക്കാം, ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. എവിടെ വേണമെങ്കിലും നമുക്ക് ശീർഷമായിട്ട് അടുത്ത ശീർഷം മൂന്നാമത്തെ ശീർഷം ഇട്ട് വെച്ചാൽ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ സെയിം ആയിരിക്കും. എത്ര ത്രികോണം, ഒരേ പരപ്പളവുള്ള എത്ര ത്രികോണം വേണമെങ്കിലും വരയ്ക്കാം. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചത് നമ്മൾ ശ്രദ്ധിക്കണം, ഐസോസെലസ് ആയിരിക്കണം. ഐസോസെലസ് ആവുകയാണെങ്കിൽ ഈ 2 വശത്തിന്, ഈ വശത്തിനെ രണ്ടായിട്ട് ഭാഗിക്കണം. ഈ 2 വശങ്ങളും ഈക്വൽ ആകണം. എന്ന് വെച്ചാൽ ഈക്വൽ ആവണമെങ്കിൽ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി ഇതിന് ഈ 5 സെന്റിമീറ്റർ താഴെയുള്ള ബേസിന് നമ്മൾ സമഭാജി വരയ്ക്കാം. സമഭാജി വരയ്ക്കാൻ എല്ലാവർക്കും കിട്ടും. പകുതിയിലും കൂടുതൽ എടുത്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം. ഇനി അഥവാ ആർക്കെങ്കിലും വരയ്ക്കാൻ സംശയമില്ലെങ്കിൽ നാളെ വരുമ്പോ ഞാൻ അത് പറഞ്ഞു തരാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അപ്പൊ ഒരു പോയിന്റ് കിട്ടും. ഈ പാരലൽ ലൈനെ കൂട്ടിമുട്ടും. അവിടെ നിന്ന് ഇങ്ങനെ വരച്ചാൽ 2 വശവും തുല്യമായിട്ടുള്ള ഐസോസെലസ് സമപാർശ്വ ത്രികോണം വരയ്ക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. 2 കണക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതിന് ഇന്നത് ചെയ്തിട്ട് വരിക. അടുത്ത കണക്കുകൾ നമ്മുടെ അടുത്ത സെറ്റ് നമ്മൾ തുടങ്ങുകയാണ്. പേജ് നമ്പർ 11 അത് നമുക്ക് നാളെ ചെയ്യാം.